I got married on 2020. COVID kalyanayirunnu. My first pregnancy was not prepared. So 2020 September ലായിരുന്നു ഫസ്റ്റ് ടെസ്റ്റ് ഞങ്ങൾ എടുക്കുന്നത്. And then turned out to be positive. We'll do a blood test and scan എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലോക്കൽ ഹോസ്പിറ്റൽ തന്നെ എല്ലാം ചെയ്തത്. It was false pregnancy എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ ബ്ലഡ് ടെസ്റ്റിലും പോസിറ്റീവ് തന്നെ വന്നു. 3rd day or 4th day ബ്ലീഡിങ് സ്റ്റാർട്ടായി. സോ ദാറ്റ് വാസ് എ ഫെയിലിയർ. പിന്നെ ജോബായി, എനിക്ക് വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ ബിസിനസ്, ആ ഒരു ഫോക്കസ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. IUI ആദ്യമേ സ്റ്റാർട്ട് ചെയ്യണത്. അതിനും ഇഞ്ചെക്ഷൻസും മെഡിസിനും ഉണ്ടായിരുന്നു. അപ്പം എ പേഴ്സൺ ഹു ഡസൻ ലൈക്ക് ഈറ്റിംഗ് മെഡിസിൻ. ബോഡിയിലെ സ്കാർസ് കാണുമ്പോൾ ഹി യൂസ് ടു ഫീൽ സാഡ്. ഭയങ്കരമായിട്ട് ബ്ലൂയിഷ് റെഡിഷ് ആ മാർക്സ് കാണും. അത് കഴിഞ്ഞ് ഈ പെയിനും സ്ട്രഗിളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വി ബോത്ത് ഡിസൈഡ് ഓക്കെ വിൽ ടേക്ക് എ പോസ് അല്ല, ലിറ്ററലി ഒരു എന്താ പറയുക മടുത്തു ആ ഒരു ഐറ്റം ആയിരുന്നു. ഒരു 1 year ബ്രേക്ക്. പാരന്റ്സ് ഇങ്ങനെ ഒരു തവണയും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് വരാനുള്ള അപ്പാടെ ഇതുകൊണ്ട് വീട്ടിലേക്ക് വരാനുള്ള ഇതുകൊണ്ട് ഇത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഇത് വർക്ക് ഫ്രം ഹോം ആക്കി വീട്ടിലേക്ക് വന്നു. ബ്ലിസ് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമ്മൾ വി ലവ് ഫുഡ്. സോ ഇതുപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റ് റെഫർ ചെയ്തു. അങ്ങനെ അവിടെ വന്നു. ഇമേജ് കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു ഓക്കെ ഈ ഹോസ്പിറ്റൽ നമുക്ക് നോക്കാം, വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. ഒക്ടോബറിൽ ഐ ഡിസൈഡ് ഓക്കെ ലെറ്റ്സ് ടേക്ക് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി. എവിടെയാണ് ലൊക്കേഷൻ, ആരാണ് ഡോക്ടർ, എല്ലാം അങ്ങനെയാണ് ബ്ലിസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങളൊരു അപ്പോയിൻമെൻറ്റ് തന്നു. ആ ഒരു കറക്റ്റ് ടൈമും കാര്യങ്ങളെല്ലാം നമുക്ക് അതുപോലെ തന്നെ നല്ല എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നു സ്റ്റാർട്ടിങ് തൊട്ട്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഫീൽ അല്ല അവിടെ ശരിക്കും. ബേസിക്കലി അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ഇവള് വളരെ ഹാപ്പി ആയിരുന്നു. നേരത്തെ ഉള്ള ട്രീറ്റ്മെന്റിൽ ഭയങ്കര ഡെസ്പായിരുന്നു, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്തതാണ്. നേരത്തെ പോയിടത്തൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെന്റ് എടുത്തു 2 o'clock അപ്പോയിൻമെന്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി നെക്സ്റ്റ് ഡേ 2 o'clock ഒക്കെ ആവുകയാണ്. അത്രയും നേരം ഒരാള് അവർ സ്ട്രെസ്സാണ്. പലപ്പോഴും റൂമൊക്കെ എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ദേ ആർ സ്റ്റിക്കിംഗ് ടു ദ ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞു. എൻ്റെ ഏജ് വെച്ചിട്ട് അഡോപ്ഷൻ ഇപ്പൊ നോക്കിയേ വേണ്ടെന്ന് പറഞ്ഞു. വിൽ ട്രൈ IVF വൺ ലാസ്റ്റ് ടൈം. എൻ്റെ ഹസ്ബൻഡിനും എനിക്കും അത്ര കോൺഫിഡൻസ് ഇല്ല. പാരന്റ്സിന് they did have പിക്കപ്പിന് ഒരു ഡേറ്റ് ഇനീഷ്യേറ്റീവ് ചെയ്തു. റൈറ്റ് ആഫ്റ്റർ പിക്കപ്പ് ഒരു ഫോളോ അപ്പിന് പോയപ്പോഴത്തേക്ക് ഷീസ് ലൈക്ക് ഡിമാൻഡഡ് ഫോർ വെയിറ്റ് ലോസ്. റൈറ്റ്ഫുൾ ആയിട്ട് കഴിക്കണം, പാറ്റേൺ സെറ്റ് ചെയ്തു, വർക്ക്ഔട്ട്, വാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു. ജിമ്മിൽ പോയി കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്തു. 1 week or 2 weeks കഴിഞ്ഞിട്ട് she asked me to take a test and it was positive. ആഹാരപ്രിയരാ ഞങ്ങൾ മൊത്തത്തിൽ. ഇവളിങ്ങനെ സ്കിപ്പ് ചെയ്യും, ഫുഡ് സ്കിപ്പ് ചെയ്യുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു. വെയിറ്റ് ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അവിടെ നിന്നുള്ള പോസിറ്റീവ് റിവ്യൂ നേരെ എടുത്തിട്ട് എന്നെ വിളിക്കും. അത് ഇത്രയും ചെയ്തതിന് ക്രെഡിറ്റ് പറയാനുണ്ട്. ബട്ട് ഷി ഹാഡ് ഗിവൺ മീ ദ അതർ ടാർഗറ്റ് ഓൾസോ, റെഡ്യൂസ് ദിസ് മെനി kg, സോ ഐ ഹാവ് ടു വർക്ക്ഔട്ട് അഗെയിൻ. ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. മൈ ഫീലിംഗ് വാസ് ബോത്ത് മിക്സ്ഡ്. ഓക്കെ പോസിറ്റീവ് ആണ്, ഹാപ്പി ആണ്, ബട്ട് എന്തായിരിക്കും, എത്ര നാളുണ്ടാവും ഒന്നും അറിയില്ല. സോ ഹോപ്പ് കംസ് കെയർ, ആ ഒരു എമോഷൻ ആയിരുന്നു. പോസിറ്റീവായി ഒരു 3rd month സ്കാൻ കഴിഞ്ഞ് ആണ് ഞാൻ ഓക്കെ ദിസ് ഇസ് ഹാപ്പനിങ് എന്ന് ഞാൻ വിശ്വസിച്ചു. കുഴപ്പമൊന്നുമില്ല, സോഫാ സോ ഗുഡ്. അത് മനസ്സിലാവാൻ ഇച്ചിരി ടൈം എടുത്തു എനിക്ക്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പെയിൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ഇതുപോലെ പറഞ്ഞ് നമ്മൾ ഒരു എനിക്കൊന്ന് ഈവനിങ് ആയി, ഏകദേശം കുഞ്ഞായെന്ന് പറയുന്നു. എന്താന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലൊരു ഇതായിരുന്നു. ഇവൻ ഉണ്ടായ ഒരു പീരീഡിലുള്ള എക്സൈറ്റ്മെന്റ് എന്നെക്കാട്ടും എക്സൈറ്റഡ് ഡാഡി ആയിരുന്നു. ഒബ്വിയസ്ലി എന്താ പറയാ Cloud 9 എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഐ ലിറ്ററലി സോ ദാറ്റ്. ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അടുത്ത് ആരെയും വേണ്ട, എല്ലാവരും ബേബിയുടെ അടുത്തായിരുന്നു. എൻ്റെ അടുത്ത് അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റിസീവ് ചെയ്യാനായിട്ട്. എന്നെ അത്രയ്ക്ക് ലെവൽ ഓഫ് എക്സൈറ്റ്മെന്റ് ആണ്. ആൻഡ് എൻ്റെ അനിയൻ ഇന്നേ വരെ ഒരു കുഞ്ഞുങ്ങളെ എടുത്തിട്ടില്ല. സോ ഹി വാസ് ദ വൺ ഹു ഹെൽഡ് ദ ബേബി ഫസ്റ്റ്. എന്താ പറയുക ക്യാപ്ചേർഡ് മൊമെന്റ്സ് ആണ്. ലോങ് വെയിറ്റിംഗ് ആയിരുന്നു. ഒരു സന്തോഷം ഇത്രയാ അറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ഇതായിരുന്നു. 3-4 days കൊണ്ട് റൂം ഫുള്ള് പെയിന്റ് അടിച്ച് റെഡിയാക്കി കുഞ്ഞിനുള്ള സാധനങ്ങൾ വാങ്ങി ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് റൂം സെറ്റ് ആണ്. ദാറ്റ്സ് ദ ലെവൽ ഓഫ് ഹാപ്പിനെസ് ഹി ഹാഡ്. കുഞ്ഞുള്ളതുകൊണ്ട് മമ്മി കൂടുതലും ഇവന്റെ അടുത്താണ്. TV വേണ്ട, കിച്ചൺ വേണ്ട, ഫോൺ വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ എനിക്ക് സീരിയൽ കാണണ്ട. ഇപ്പൊ ആ സമയത്ത് കുഞ്ഞിനെ കുളിക്കണ്ട, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ വിട്ട് കുഞ്ഞിനെ ഒപ്പിയെടുക്കുക, ഇതൊക്കെയാണ് ദിസ് ഇസ് ഹർ ഡ്യൂട്ടി റൈറ്റ് നൗ. ഇപ്പം മോൻ വന്ന പിന്നെ മോന്റെ പുറകെ തന്നെയാണ്. ആദ്യ IVF ബേബി ആണ് എന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഇല്ല. ബിക്കോസ് ഹി ഈസ് ദി ഗിഫ്റ്റ് ഫ്രം IVF. ഇവിടെ ബ്ലിസ്സിൽ വന്ന് അവർ കറക്റ്റ് എന്താണ് ഇഷ്യൂ അത് മനസ്സിലായി. ഓക്കെ ദിസ് ഇസ് സേഫ് ആൻഡ് ദിസ് ഇസ് നോർമൽ. ഒരു പ്രത്യേകത ഒന്നുമില്ല, നോർമൽ ഇതാണ്. He have taught us that IVF is actually a normal thing. അതങ്ങനെ എന്താ പറയാ സെപ്പറേറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആണ്, മാറി നിൽക്കണം, അങ്ങനെയൊന്നും ഇല്ല. സോ he have given us the education to basically understand this is quite a normal thing.